കൃഷ്ണ കാത്തോളനെ. ആഹാ, എത്തിയല്ല. ഞാൻ കാത്തിരിക്കുകയായിരുന്നു രാവിലെ തൊട്ട്. എവിടെ അച്ഛനമ്മയൊക്കെ? അവരൊക്കെ അസോസിയേഷൻ ഓണത്തിന്റെ തിരക്കില. അമ്മ തിരുവാതിര പ്രാക്ടീസിന് പോകും. അച്ഛൻ ഓണസദ്യക്ക് ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുക. അത് കൊള്ളാമല്ലോ. ഓണമായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദാ എല്ലാവരും എടുത്ത് കഴിക്കണം കേട്ടോ. അത് ശരി. അപ്പോ ഓണത്തിന്റെ പേര് എന്തൊക്കെയാ ചെയ്യാറുള്ളത്? ഞങ്ങൾ കേരള അസോസിയേഷനിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓണത്തിന് സദ്യ ഉണ്ടാകും. ആൻഡ് there is തിരുവാതിര. പിന്നെ മാവേലി വരും. ആഹാ, അത് ശരി. ആരായി മാവേലി? ഇത്തവണ ദീപവക്കലാണ് മാവേലി. കഴിഞ്ഞ വർഷം ജോർജ്. അതല്ല, പുരാണത്തിലെ മാവേലി ആരായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞോ? He's a king. ഓലക്കുടയും കിരീടവും പിന്നെ വലിയ കൊടവാനും ഒക്കെയുള്ള. Hey, you cannot body shame a king like that. മുത്തശ്ശി, ഈ മാവേലിയാണോ ഓണത്തിന് വരുന്നത്? ഓ, അത് ഒരു കഥയാണ്. പണ്ട് ത്രേതായുഗത്തിൽ കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായ മഹാബലിയുടെ കഥ. പ്രജകളുടെ ക്ഷേമത്തിനും ധർമ്മപരിപാലനത്തിനുമായി ജീവിതം തന്നെ മാറ്റിവെച്ച നീതിമാനായ ഭരണാധികാരിയായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാജ്യം മുഴുവൻ സന്തോഷത്തിലും ഐശ്വര്യത്തിലും കഴിഞ്ഞു. കള്ളവും വഞ്ചനയും ദാരിദ്ര്യവും ഇല്ലാത്ത ആ സദ്വനം അദ്ദേഹത്തിന്റെ യശസ് വാനോളം ഉയർത്തി. എന്നാൽ മഹാബലിയുടെ വർദ്ധിച്ചു വരുന്ന പ്രശസ്തി ദേവന്മാരിൽ ആശങ്കയുണ്ടായി. മഹാബലിയുടെ പുത്രനായ ബാണാസുരന്റെ ആഗ്രഹപ്രകാരം ഗുരുവായ ശുക്രാചാര്യരുടെ നിർദ്ദേശത്തിൽ മഹാബലി ഇന്ദ്രപദവിക്കായി 12 വർഷം നീണ്ട ഒരു മഹായാഗം ആരംഭിച്ചു. യാഗം പൂർത്തിയായാൽ തങ്ങൾ പരാജയപ്പെട്ട് ദേവലോകം പോലും മഹാബലിയുടെ ഭരണത്തിന് കീഴിലാകുന്നു എന്ന് ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ഭയപ്പെട്ടു. മറ്റു മാർഗങ്ങളില്ലാതെ അവർ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. എന്നാൽ തന്റെ 5ാമത്തെ അവതാരം പുറമെടുക്കാൻ സമയമായെന്നും അതിലൂടെ ഇതിന് പരിഹാരമാകുമെന്നും മഹാവിഷ്ണു ദേവേന്ദ്രനെ സമ്മതിച്ചു. യാഗം അവസാനിക്കുന്ന ദിവസം മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ മഹാബലിയുടെ യാഗശാലയിലെത്തി. സ്വാഗതം കുമാര. അങ്ങയുടെ സാന്നിധ്യം ഈ പുണ്യയാഗത്തിന് ഒരു അനുഗ്രഹമാണ്. ദക്ഷിണയും ദാനങ്ങളും നൽകേണ്ട ഈ ദിവസം അങ്ങേക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? എന്റെ അച്ഛൻ ദരിദ്രനായ ഒരു മഹർഷിയാണ്. എന്റെ ഗുരുവിന് ദക്ഷിണ നൽകാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല. അന്ന് എനിക്ക് 3 അനുഭവങ്ങൾ ദാനമായി തന്നാൽ ഞാൻ ചെന്നില്ല. അരുത് മഹാബലി, ഈ 3 അടി മണ്ണിൽ അർത്ഥം വലുതാണ്. മഹായാഗ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ദാനങ്ങളും ചെയ്യരുത്. മഹർഷേ, മഹായാഗങ്ങളെക്കാളും മഹത്താണ് ദാനകർമ്മങ്ങൾ എന്ന് അങ്ങ് തന്നെയല്ലേ ഉപദേശിച്ചിട്ടുള്ളത്? ഞാൻ വാക്ക് കൊടുത്തു പോയി. കുമാര, ഇത് മഹാബലിയുടെ വാക്കാണ്. ഈ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ആവശ്യമുള്ള ഭൂമി അളന്നെടുത്തുകൊള്ളു. വാമനൻ ആകാശം തൊട്ട് വളർന്ന് 1ാമത്തെ ചുവടിൽ ഭൂമിയും 2ാമത്തെ ചുവടിൽ ആകാശവും അളന്നെടുത്തു. തന്റെ മുന്നിൽ വാമനന്റെ രൂപത്തിൽ നിൽക്കുന്ന ബ്രാഹ്മണകുമാരൻ മറ്റാരുമല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് മഹാബലി തിരിച്ചറിഞ്ഞു. ഭഗവാൻ,
തന്ന മൂന്നാമത്തെ അടിമകൾക്ക് അടിയന് നിവർത്തി. ആ തൃപാദം കൊണ്ടുപോയി മൂന്നാമത്തെ ചുവട് അടിയന്റെ ശിരസിലാകട്ടെ. പ്രഭു, എൻ്റെ ജീവിതം എന്നും നമ്മുടെ പ്രജകളുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയാണ്. വർഷത്തിലൊരിക്കൽ തിരുവോണനാളിൽ അവരെ കാണാൻ എനിക്ക് അനുമതി നൽകും. തഥാസ്തു. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും നമ്മുടെ നാടുകളുടെ ഓർമ്മപ്പെടുത്തലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ഓണം ആഘോഷിക്കാൻ നമ്മൾ ഒരുക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ചിങ്ങമാസത്തിലെ 10 ദിവസത്തെ ആഘോഷമാണ് ഓണം. അത്തം മുതൽ തുടങ്ങി 10 ദിവസവും വീടിന് മുന്നിൽ കുട്ടികൾ അത്തപ്പൂവിടും. വീട്ടിലുള്ള എല്ലാവർക്കും ഓണത്തിനെടുക്കാൻ ഓണക്കോടിയെടുക്കും. തുഞ്ചനെയും പലതരം പായസം കൂട്ടി തിരുവോണത്തിനുള്ള സദ്യയാണ് ഏറ്റവും കേന്ദ്രം. ഇപ്പം മനസ്സിലായോ മലയാളികൾക്ക് എത്ര പ്രിയപ്പെട്ടതാണ് ഓണമെന്ന്? പക്ഷേ ഞങ്ങൾ ആരും വീട്ടിലെ പൂക്കളം ഇടാറില്ലല്ലോ. അസോസിയേഷനിൽ മാത്രമാണ്. And we never get ഓണക്കോടി. നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്കും കിട്ടിയില്ല. നിനക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഓണക്കോടി? കണ്ടില്ല മുത്തശ്ശി, നമുക്കിവിടെ യൂസിൽ ഓണക്കോടി കിട്ടാറേ ഇല്ല. ഇവിടെ 10 ദിവസമൊന്നും ഇല്ല മുത്തശ്ശി. ആകെ ഉള്ളത് ഒരു ദിവസത്തെ ആഘോഷമാണ്. അതും ഒരു റാൻഡം സാറ്റർഡേ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പൊ മുത്തശ്ശി, കേരളത്തിന് പുറത്തുള്ള അവരുടെ ഓണം ശരിക്കുമുള്ള അങ്ങനെയല്ല. Do you have a fake ഓണം? എന്താ എല്ലാരും വലിച്ചു നിൽക്കുന്നത്? ഷെയ്ഖ് അല്ല, ഇത് ഞാൻ തന്നെയാ, നിങ്ങളുടെ സ്വന്തം മാവേലി. എങ്ങനെയാ മാവേലി അമേരിക്കയിലെ? അതിനെന്താ, ഓണത്തിന് കേരളം സന്ദർശിക്കാനല്ല, ലോകത്തെവിടെയുമുള്ള എന്റെ പ്രജകളെ സന്ദർശിക്കാനായി ഞാൻ ഭൂമിയിലെത്താറുണ്ട്. ഓണം കേരളത്തിന്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ആഘോഷമല്ല. അത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിന്റെ വികാരമാണ്. 10 ദിവസവും പൂക്കളമിടുന്നതിലോ തിരുവോണത്തിന് തന്നെ സദ്യ ഉണ്ണുന്നതിലോ അല്ല അതിന്റെ മഹത്വം. എത്ര ദൂരെയാണെങ്കിലും ഒരുമിച്ച് കൂടാനും സന്തോഷവും സ്നേഹവും പങ്കിടാനും നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ ശ്രമങ്ങളിലൂടെയാണ് ഓണം സാർത്ഥകമാകുന്നത്. ഓണത്തിന്റെ യഥാർത്ഥ ഐശ്വര്യം സ്വന്തം കിട്ടുന്നിടത്താണ്. അത് നിങ്ങളുടെ മനസ്സിൽ, അവിടെ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഇതിനുള്ള ഒരു പൂക്കളത്തിൽ അതുതന്നെയാണ്